സിബി ഇന്ന് നിരവധി വാർത്തകളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും ആദ്യം നമുക്ക് നോക്കാനുള്ളത് ജാർഖണ്ഡാണ്. ജാർഖണ്ഡിൽ ഇന്ന് കുട്ടിക്കലാശമാണ്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള പരസ്യപ്രചാരണമാണ് ഇന്ന് അവസാനിക്കുന്നത്. ആദ്യഘട്ടത്തിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അവസാന ലാപ്പിലെ പ്രചാരണത്തിലും വർഗീയ ധ്രുവീകരണം അഴിച്ചുവിടുകയായിരുന്നു BJP. കൊട്ടിക്കലാശത്തിൽ ഇരു മുന്നണികളുടെയും ദേശീയ നേതാക്കൾ പങ്കെടുക്കും. അതേസമയം കോൺഗ്രസിന്റെയും BJPയുടെയും അപകീർത്തി പ്രസംഗത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി തേടിയിട്ടുണ്ട്. സിബി, ഗുഡ് മോർണിംഗ്. കാവ്യ, ഗുഡ് മോർണിംഗ്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, നമ്മൾ ഈ പാലക്കാട് ഇന്നിപ്പോൾ പരസ്യപ്രചാരണത്തിന്റെ സമാപനമാണ്. നേരത്തെ ചേലക്കരയും വയനാടും ഒക്കെയും കണ്ടു. അത്രത്തോളം ആവേശം ജനിപ്പിക്കുന്ന ഒരു കൊട്ടിക്കലാശത്തിന്റെ പ്രതീതി ഒക്കെയും ഉണ്ടോ ജാർഖണ്ഡിലും ഈ പറയുന്നത് പോലെ മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ? കാവ്യ, എന്തായാലും ഈ കുട്ടിക്കലാശം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമാണ് ഇത്രത്തോളം വളരെ വലിയൊരു ഉത്സവ ലഹരിയിൽ അല്ലെങ്കിൽ വളരെ വീറും വാശിയുമേറിയ ഒരു കുട്ടിക്കലാശം ഉള്ളത്. മറ്റ് നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ ഒരു കുട്ടിക്കലാശം എന്ന് പോലും പറയാൻ കഴിയില്ല. അത്രത്തോളം ഒരു ആവേശം ഒന്നിനെയും കുട്ടിക്കലാശത്തിൽ ഉണ്ടാകാറില്ല. അങ്ങനെ കുട്ടിക്കലാശമായിട്ട് നോർത്ത് ഇന്ത്യയിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു ചെറിയൊരു റാലി മാത്രമേ ഉണ്ടാകാറുള്ളൂ. അതൊരു കുട്ടിക്കലാശമായിട്ട് അതിനെ കണക്ക് കൂട്ടാനും കഴിയില്ല. എന്തായാലും എങ്കിലും കഴിഞ്ഞ 2-3 മാസക്കാലമായി വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെയായിരുന്നു ജാർഖണ്ഡിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് BJP നയിക്കുന്ന NDAയും അതോടൊപ്പം തന്നെ കോൺഗ്രസും JMM നയിക്കുന്ന ഇന്ത്യ സഖ്യവും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം നടക്കുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പാണ് 20-ാം തീയതി നടക്കാൻ പോകുന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം 13-ാം തീയതി അവസാനിച്ചിരുന്നു. ഇന്നിപ്പോൾ രണ്ടാം ഘട്ടത്തിൽ 38 സീറ്റിലേക്കാണ് വോട്ടെടുപ്പ്. ആകെ 83 സീറ്റാണുള്ളത്. എന്തായാലും 528 സ്ഥാനാർത്ഥികൾ ഈ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. ഏറ്റവും പ്രമുഖരായ സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്ന ഒരു രണ്ടാം ഘട്ടത്തിലാണ്. അത് മുഖ്യമന്ത്രി ഹേമന്ത് സോറനുണ്ട്, ഹേമന്ത് സോറൻ്റെ ഭാര്യയായ കൽപ്പന സോറനുണ്ട്, അതുപോലെ ബാബുലാൽ മറാണ്ടി ഉണ്ട്. അദ്ദേഹം മുൻ BJPയുടെ മുഖ്യമന്ത്രി കൂടിയായിരുന്നു. അങ്ങനെ പ്രമുഖർ ജനവിധി തേടുന്ന ഒരു ഘട്ടം കൂടിയാണ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്. എന്തായാലും വളരെ വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഗോത്രവർഗ മേഖലയ്ക്ക് ഏറെ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. 27% ഗോത്ര മേഖലയ്ക്ക് സ്വാധീനമുള്ള വോട്ടുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആദിവാസി വോട്ടുകൾ അതിൽ സ്വാധീനം ചെലുത്തുക അല്ലെങ്കിൽ ആ വോട്ടുകൾ ഉറപ്പാക്കുക എന്ന് തന്നെയായിരുന്നു മുഖ്യ സഖ്യ പാർട്ടികളുടെ എല്ലാം തന്നെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഇത്തവണ BJP ഒരു തന്ത്രം ആവിഷ്കരിച്ചത് ലോക്സഭയ്ക്ക് സമാനമായി തന്നെ വിദ്വേഷ പ്രസംഗവും വർഗീയ പ്രചരണവും തന്നെയായിരുന്നു BJPയുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞേറ്റക്കാർ ആദിവാസി സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു, അവരുടെ ഭൂമി തട്ടിയെടുക്കുന്നു എന്നെല്ലാം തന്നെയും BJP പ്രചരണം അയച്ചുവിടുന്നു. ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് JMM സർക്കാർ വളരെ വലിയ സുരക്ഷ നൽകുന്നു, അവർക്ക് വോട്ടർ ID നൽകുന്നു, ഗ്യാസ് കണക്ഷൻ നൽകുന്നു, അങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നെല്ലാം തന്നെയും വർഗീയ പ്രചരണമായിരുന്നു BJPയുടെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധം. JP നദ്ദയും അതോടൊപ്പം തന്നെ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എല്ലാം തന്നെയും നിരവധി റാലികളിൽ പങ്കെടുത്തുന്നു. ഈ റാലികളെല്ലാം തന്നെയും ഈ വർഗീയ പ്രസംഗം ആവർത്തിക്കുകയായിരുന്നു. എന്തായാലും ഇവിടെ JMM അടക്കമുള്ള പാർട്ടികൾ, JMM കോൺഗ്രസും അടങ്ങുന്ന പാർട്ടികൾ അവിടെ ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണനേട്ടം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചുള്ളത്. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ സഖ്യത്തിൽ CPIMഉം CPIയും ഇല്ല എന്നുള്ളതാണ്. അതായത് BJPക്കെതിരായ വോട്ടുകൾ ഏകോപിപ്പിക്കാനുള്ള ഒരു നീക്കം ഈ ഒരു ജാർഖണ്ഡിൽ ഉണ്ടായില്ല. അവിടെ CPIMഉം CPIയും ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. CPIM 9 സീറ്റുകൾ ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ രണ്ടാം ഘട്ടത്തോടുകൂടി തന്നെ ജാർഖണ്ഡിലെ വോട്ടെടുപ്പ് അവസാനിക്കുകയാണ്. ഇന്നിപ്പോൾ കുട്ടിക്കലാശവും നാളെ നിശബ്ദ പ്രചാരണവും മറ്റന്നാൾ ബാക്കിയുള്ള 38 സീറ്റുകളിലേക്കുള്ള പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാർ എത്തുകയാണ്. 23-ാം തീയതി പാലക്കാട് മതപ്രദേശം ചേലക്കര എല്ലാം തന്നെയും തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം തന്നെയാണ് ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും എല്ലാം തന്നെയും തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോകുന്നത്. ഏതായാലും വീറും വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു ജാർഖണ്ഡിലും ഉണ്ടായിരുന്നത്. ജാർഖണ്ഡിലെ ഒരു സാമൂഹിക അന്തരീക്ഷം, പ്രത്യേകിച്ച് അവിടെയും പ്രാദേശിക സഖ്യകക്ഷികൾക്കാണ് ഏറെ പ്രാധാന്യം, JMMനാണ് ഏറെ പ്രാധാന്യം. ഈ JMM ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കൂടിയാണ് അവിടെ. ഏതാണ്ട് മഹാരാഷ്ട്രയ്ക്ക് സമാനമായി തന്നെയാണ് അവിടെ ഈ ജാർഖണ്ഡിലെ ഒരു രാഷ്ട്രീയ സാഹചര്യമുള്ളത്. ഏതായാലും ഇന്നിപ്പോൾ കുട്ടിക്കലാശം ഉണ്ടാകും. നാളെ സൈലന്റ് ക്യാമ്പയിനാണ്. മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. കാവ്യ. ശരി സിബി.